പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരം, നിലമ്പൂർ ശ്യാം സുന്ദർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഏവരുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ ആരാണ് ആര്യാടൻ മുഹമ്മദ്? കോൺഗ്രസ് പാർട്ടിയുടെ വളരെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള അപൂർവം ചില നേതാക്കന്മാരാണുള്ളത്. ഇന്നത്തെ പോലെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല. കാരണം പഴയ കാലത്തെ ആളുകളിൽ ശ്രീ AK ആന്റണി ആവട്ടെ, അതുപോലെ തന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദ് ആവട്ടെ, അതിൽ വയലാർ രവി ആവട്ടെ, ഇങ്ങനെ ഒട്ടനവധി നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അതിലേറെയും മൺമറഞ്ഞു പോയി. നിലമ്പൂരിൻ്റെ അഭിമാനമായ ശ്രീ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് എനിക്ക്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെയും വക്താവല്ല, പാർട്ടി പ്രവർത്തകനുമല്ല. 2024 കാലഘട്ടത്തിലെ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ സ്വതന്ത്രമായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ആര്യാടൻ മുഹമ്മദ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും തുടങ്ങി വെച്ച നിലമ്പൂർ സ്നേഹാലയം എന്ന ട്രസ്റ്റിൻ്റെ NGO ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു ഒരു കാലത്ത്. അന്ന് മുതൽ ശ്രീ ആര്യാടനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. എൻ്റെ പുസ്തകങ്ങൾ, ഞാനൊരു 19 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകം ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദാണ് 1998 അഗ്നിപരീക്ഷ എന്ന നോവൽ പ്രകാശനം ചെയ്തത് നിലമ്പൂർ GUP സ്കൂളിൽ വെച്ച്. അന്ന് നിലമ്പൂർ കോവിലകത്തെ ശ്രീ ഭരതൻ തമ്പുരാനും അതുപോലെ തന്നെ CVN നമ്പൂതിരിപ്പാട്, ഡോക്ടർ ഗോപിനാഥ്, അഡ്വക്കേറ്റ് KU രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിരയായിരുന്നു നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ശ്രീ ആര്യാടൻ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭരതൻ തമ്പുരാൻ. നിലമ്പൂർ കോവിലകത്തെ സ്നേഹനിധിയായ നിലമ്പൂർക്കാരുടെ ഒരു സ്നേഹവാത്സല്യത്തിൻ്റെ നിറകുടം തന്നെയായിരുന്നു ശ്രീ ഭരതൻ തമ്പുരാൻ. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് അന്ന് പുസ്തകം പ്രകാശനം ചെയ്തത്, ശ്രീ സൂര്യനാരായണൻ അടക്കം. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. കാരണം ഈ നാട്ടിലെ ഓരോ മനുഷ്യനും, ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് സംഘടനയാവട്ടെ, അല്ലെങ്കിൽ ഏത് ജാതിയാവട്ടെ, മതമാവട്ടെ, ആര്യാടൻ്റെ വീട് അന്നും ഇന്നും തുറന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. ആർക്കും എപ്പോഴും നമ്മൾക്ക് അവിടെ കയറി ചെല്ലാം. കാരണം ചികിത്സാപരമായ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രശ്നമാവട്ടെ, പട്ടിണി, ദുഃഖം, ദുരിതം, ദാരിദ്ര്യമാവട്ടെ, ഇപ്പൊ ഈ നിലമ്പൂർ സ്നേഹാലയം പോലെ തന്നെ ആർക്കും അവിടെ കയറി ചെല്ലാം. അതാണ് ആര്യാടൻ്റെ പ്രത്യേകത. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു സ്നേഹനിധിയായ കുഞ്ഞാക്ക തന്നെയായിരുന്നു ആര്യാടൻ. കൂട്ടത്തിൽ ചില ആളുകൾ, കുത്തിത്തിരിപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ അഭിമാനം തന്നെയാണ്. ഇപ്പോൾ ശ്രീ PV അൻവറിനെ പറയുന്ന പോലെ, PV അൻവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലമ്പൂരിന്റെ ഇന്നത്തെ സ്നേഹനിധിയായ നല്ലൊരു നേതാവാണ്. ആരെന്ത് പറഞ്ഞാലും ശരി, അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിനും ഈ ആര്യാടന്റെ സ്വഭാവ സവിശേഷത തന്നെയാണ്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും അടിസ്ഥാനത്തിലല്ല ആളുകളെ വിലയിരുത്തുന്നതും ഒക്കെ. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഈ PV അൻവറിന്റെ പാർട്ടിയിലുണ്ട് ചില പുഴുക്കുത്തുകൾ, കുറച്ച് തെണ്ടി തേവിടിശി മക്കൾ എന്നാണ് എൻ്റെയൊക്കെ സാഹിത്യ ഭാഷയിൽ ഞാൻ പറയുക. കാരണം പാർട്ടിയെ നശിപ്പിക്കുന്ന, പാർട്ടിയെ ഉന്മൂലനം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഒരു പറ്റം പ്രവർത്തകർ ഈ ഒരു പാർട്ടിയിലുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അയൽവാസികൾ എന്ന് വേണമെങ്കിൽ പറയാം. നന്മ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ആളെ കൂട്ടി അടിക്കാനൊക്കെ ബഹുമിടുക്കന്മാരാണ് ഇത്തരം തെണ്ടികൾ. അപ്പോൾ ഞാൻ അത് പോട്ടെ. എന്തായാലും ആര്യാടൻ്റെ ഈ ഒരു
അനുസ്മരണ ചടങ്ങ് നല്ല രീതിയിലാക്കാൻ വേണ്ടി ഇന്നാട്ടിലെ മുഴുവൻ ആളുകളെയും, രാഷ്ട്രീയം നോക്കണ്ട, കാരണം സ്നേഹനിധിയായ സുമനസ്സുകളൊക്കെ ആയ ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിന് വന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചടങ്ങ് ഭംഗിയാക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ ആളുകളോടും, ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകളോടും, അതുപോലെ മുസ്ലിം ലീഗിലെ ആളുകളോടും, കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളോടും. കാരണം ആര്യാടൻ സഹായിക്കാത്ത ഒരു വീടുകളും ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലില്ല. 40 വർഷത്തിലധികം അദ്ദേഹം ഈ നാട്ടിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. എന്നാൽ അദ്ദേഹത്തിന് ശേഷമുള്ള ആളുകളുടെ പ്രവർത്തന ശൈലി വളരെ മോശമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലമ്പൂർ മണ്ഡലം കൈവിട്ട് കൊടുക്കേണ്ടി വന്നതും അത് PV അൻവറിന് ഏറ്റെടുക്കേണ്ടി വന്നത്. PV അൻവർ നിലമ്പൂർ സ്നേഹാലയത്തിന് 100 ചാക്ക് സിമന്റ് തന്ന വ്യക്തിയാണ്. ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, സ്നേഹനിധികളാണെന്നും സഹായിക്കുന്ന മനസ്സുന്നൊക്കെ പറഞ്ഞ് ധാരാളം ചാരിറ്റി മനോഭാവത്തിന്റെ വേഷം കെട്ടലുമായുള്ള ആളുകൾ. എന്നാൽ ഒരൊറ്റ തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ സത്യത്തിൽ PV അൻവറിനെ. ഈ അൻവർ സ്നേഹാലയത്തിൽ വരികയും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നിലമ്പൂർ സ്നേഹാലയത്തിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 ചാക്ക് സിമന്റ് തരുമോ ശ്രീ PV അൻവർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 10 ചാക്ക് സിമന്റ് കൊണ്ട് ഈ ബിൽഡിംഗ്, കോലത്തുമുറിയിലുള്ള പുഴയോരത്തുള്ള പട്ടിണിപ്പാവങ്ങളായ ആളുകളുടെ ഒരു ഷെൽട്ടറാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന ഒരു ബിൽഡിങ്. അതിൻ്റെ പാതി വഴിയിൽ കിടക്കുകയായിരുന്നു അന്ന്. അപ്പോൾ ഇദ്ദേഹം 100 ചാക്ക് സിമൻ്റാണ് അന്ന് ഒരു 5 മണിക്കൂറിനുള്ളിൽ നിലമ്പൂർ സ്നേഹാലയത്തിൽ എത്തിച്ചു തന്ന വ്യക്തി. അതൊരു സ്നേഹാലയത്തിന് മാത്രമല്ല, എല്ലാവർക്കും കളിക്കാനുള്ള ഗ്രൗണ്ട് ആവട്ടെ, കിണറാവട്ടെ, വീടുകളാവട്ടെ, ചികിത്സാ സഹായമാവട്ടെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ ശ്രീ PV അൻവറും ഈ നിലമ്പൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആർക്കും മറക്കാനാവില്ല. അതുപോലെ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ചടങ്ങ് മംഗളമാക്കണം. അതാണ് കാര്യമായി എനിക്ക് പറയാനുള്ളത്. കാരണം നിലമ്പൂർ സ്നേഹാലയത്തിന്റെ രക്ഷാധികാരി എന്നതിലുപരി അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു സ്നേഹിതൻ കൂടിയായിരുന്നു. എൻ്റെ അച്ഛൻ AK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതനായിരുന്നു ശ്രീ ആര്യാടൻ. നിലമ്പൂർ സ്നേഹാലയത്തിലെ 47 അംഗങ്ങൾക്ക് ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് സ്നേഹാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും, അതുപോലെ തിരുവോരത്തും പൊതിച്ചോറുകളായിട്ട് രോഗികൾക്കൊക്കെ ഇവിടെ സംഭാവന വന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ നിറകുടമായ ശ്രീ ആര്യാടൻ്റെ നിത്യശാന്തി, അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കൊടുത്തുകൊണ്ടും അദ്ദേഹത്തിന് വേണ്ടി കുട്ടികളുടെയൊക്കെ പ്രാർത്ഥനയും ഈ സ്നേഹാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, നമസ്തേ.